അരി കുതിർക്കാതെയും പൊടിക്കാതെയും നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നല്ല നാടൻ അച്ചപ്പം പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം. അതായത് അരിപ്പൊടി, പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി. അത് നല്ല സൗണ്ട് ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കപ്പ് പത്തിരിപ്പൊടി അഥവാ ഇടിയപ്പപ്പൊടി എടുത്ത് അത് പിന്നെ ഒരു മിക്സിയിലെ ജാറെടുത്ത് 5 സ്പൂൺ പഞ്ചസാര അത് പൊടിച്ചെടുക്കുക. പഞ്ചസാര അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതും അടിച്ചെടുത്ത് ഈ കൂട്ടിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൽ 2 സ്പൂൺ മൈദാമാവ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് വിട്ടുപോയി. അത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം ആ ജാറിൽ 1 കപ്പ് തേങ്ങ അതും നന്നായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ പാൽ അരിച്ചെടുത്ത് ഇതിൽ ചേർത്ത് യോജിപ്പിക്കുക. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പശുവും പാൽ ചേർത്താലും മതി. പിന്നെ പച്ചവെള്ളം ചേർത്താലും മതി. പിന്നെ ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. 2ാം പാലും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൽ നിന്നും കുറച്ചുകൂടി ലൂസാവണം. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം കുറവെന്ന് തോന്നുന്നു അല്പം കൂടി 2ാം പാൽ അരിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടിത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അച്ച് നമ്മളതിലിട്ട് തിളയ്ക്കാൻ വയ്ക്കണം. അതുമുമ്പേ അച്ചിട്ട് വയ്ക്കണം. പിന്നെ അത് ഒരു ബൗളിലോട്ട് ഇത് അല്പം അച്ചായിട്ട് പാർന്ന് മാറ്റണം. ഒന്നിച്ച് അതിൽ മുക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റം വരും. അതിനാണ് ചെറിയ ബൗളിലോട്ട് ആക്കിയിട്ട് അച്ച് മുക്കാൻ എടുക്കുന്നത്. അച്ച് ചൂടായി നമ്മൾ ഇത് മുക്കി, അത് മുങ്ങിപ്പോവരുത്. മുങ്ങിപ്പോയാൽ പണി കിട്ടും. ഒരു 1/4 ഭാഗത്തോളം മാവിൽ മുക്കി ഇടാൻ പാടുള്ളൂ. പെട്ടെന്ന് ഇളകി വീഴുന്നുണ്ടല്ലേ. നല്ല എണ്ണ 2ാമത് ഉണ്ടാക്കുമ്പോഴും അച്ച് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവിൽ മുക്കി പൊരിക്കാൻ പാടുള്ളൂ. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. പിന്നെ ഈ പൊടിയുള്ളതൊക്കെ പൊടിയുണ്ട് കോരി മാറ്റണം, അല്ലെങ്കിൽ അത് കിടന്ന് മൂത്ത് കരിഞ്ഞു പോവും. നമ്മൾ അച്ചപ്പം റെഡിയായി വരുന്നുണ്ട്. അതുപോലെ എല്ലാം ഇതേപോലെ കുറേശ്ശെ മാവ് പകർന്നെടുത്ത് അതിൽ മുക്കി പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. ഒരു ടിന്നിൽ നല്ല ടൈറ്റുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ കുറേ ദിവസം ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.